A projection P on a Hilbert space is called orthoprojection. A projection P on a Hilbert space is called orthoprojection if P equal to P star, that is inner Pxy equal to inner x comma Py for every x comma y element of H. Okay, the property നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്താണ്. P is an orthoprojection, then image P perpendicular to kernel P. എങ്ങനെയാണ് പി ഒരു പ്രൊജക്ഷൻ ആണെന്ന് എടുത്തു. പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് നമുക്ക് എന്താ പറയാൻ പറ്റും, പി സ്ക്വയർ ഈക്വൽ എന്താണ് പി ആണ്. സോ കേർണൽ പി എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ഐ മൈനസ് പി ആണ്. അതൊക്കെ ആൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ടു പ്രൂവ് ദാറ്റ് ഇമേജ് പി ഈസ് പെർപെൻഡിക്കുലർ ടു കേർണൽ പി നമ്മൾ എന്ത് ചെയ്യാം, രണ്ടായിരത്തെ എലമെൻറ്റ്സ് എടുക്കുക. ഇമേജിലെ എലമെൻറ്റ് എടുക്കുക, കേർണലിലെ എലമെൻറ്റ് എടുക്കുക. അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് z, w ഈക്വൽ ടു 0 for every z element of image P and every w element of kernel P. Okay, z element of image P implies there exists a image P element ആയതുകൊണ്ട് there exists x element of A such that Pz equal to x element of H such that Pz equal to z ആണ്. Now w element of kernel P implies w element of image P, that is there exists a y element of H such that I minus P of y equal to w. ഇനി ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക, that is set inner product z, w equal to inner product px, I minus py. അതിനെ കൊണ്ട് എന്ത് എഴുതാം, ഇതിനെ എക്സ് പീനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായി മാറും, പി ആയിട്ട് വരും. ദറ്റ് ഈസ് പി സ്റ്റാർ പി ഓഫ് ഐ മൈനസ് പി ഓഫ് വൈ ആയി. ദറ്റ് ഈസ് എക്സ് മൈനസ് പി മൈനസ് പി സ്ക്വയർ വൈ, ദറ്റ് ഈസ് എക്സ് മൈനസ് പി മൈനസ് പി വൈ, ദറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് കോമ 0 വൈ, ദറ്റ് ഈസ് ഈക്വൾ ടു 0. ഇപ്പോൾ എന്ത് കിട്ടും, ഓട്ടോമാറ്റിക് പ്രൊഡക്റ്റ് 0 ആണ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, പി ഒരു ഓർത്തോ പ്രൊജക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള പി ഇപ്പർ സൈഡിലോട്ട് വന്നപ്പോൾ പി സ്ക്വയർ ആയിട്ടാണ് വരിക, പക്ഷെ നമ്മൾ പി സ്റ്റാർ ഈക്വൾ ടു പി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, so image P perpendicular to kernel P. അടുത്ത പ്രൂവ് ചെയ്യാൻ എന്താ, if P is a projection, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് P is a projection and image P is perpendicular to kernel P, then P equal to P star. എന്ന് വെച്ചാൽ ഒരു പ്രൊജക്ഷനുമാണ് ഇമേജ് P perpendicular to kernel P ആണെങ്കിൽ P ഒരു ഓർത്തോ പ്രൊജക്ഷൻ ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, P ഒരു പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് P സ്ക്വയർ ഈക്വൽ ടു P ആണ്. ഇമേജ് P perpendicular to kernel P തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് x perpendicular to y equal to 0 for every x element of image P and y element of kernel P. We have to prove that P equal to P star. So it is enough to prove that എന്താ പ്രൂവ് ചെയ്യണം, നമുക്ക് inner product pxy equal to xpy for every x comma y element of h കാണിക്കണം. ഓക്കെ, സോ ബൈ 6.4 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, x equal to x1 plus x2 for every x element of e1 and x element of e2, y equal to y1 plus y2 for every y1 element of e1 and y2 element of e2. It is given that e1 perpendicular to e2. Here given e1 perpendicular to e2, that is നമുക്ക് എന്താ പറയാൻ പറ്റും, inner product x1 x2 equal to 0 and inner product y1 x2 equal to 0 and inner product xy2 equal to 0 and inner product yy2 equal to 0. Okay, so inner product pxy equal to എന്ത് വരും, inner product of p of x1 plus x2 y1 plus y2, that is inner product px1 plus px2 y1 plus y2, that is എന്തായി മാറിയത് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, that is this is equal to inner product x1 0 y1 plus y2. എന്തുകൊണ്ടാണ് x1 x2 എവിടെയുള്ള ആൾക്കാരാണ്, എന്താ പ്രത്യേകതയുള്ളത്, x1 എലമെൻറ്റ് ഓഫ് ഇമേജ് പി ആയതുകൊണ്ട് പി x1 എന്തായി മാറും, x1 ആയി മാറും. x2 എലമെൻറ്റ് ഓഫ് കേർണൽ ആയതുകൊണ്ട് പി x2 എന്തായി പോകും, 0 ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്, ഇന്നർ പ്രൊഡക്റ്റ് പി x1 പ്ലസ് പി x2 പകരം ഇന്നർ പ്രൊഡക്റ്റ് x1 പ്ലസ് 0 ആയി മാറിയിട്ടുള്ളത്. സോ ഇന്നർ പ്രൊഡക്റ്റ് x1 പ്ലസ് y1 by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് x1 y1 പ്ലസ് x2 by 2. സോ എന്ത് കിട്ടി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇന്നർ പ്രൊഡക്റ്റ് പി xy ഈക്വൽ ടു ആരായതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് xy1 ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഈ ആൾ ഇന്നർ പ്രൊഡക്റ്റ് xy2 എന്താണ്, 0 ആണ്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണു, ഇന്നർ പ്രൊഡക്റ്റ് xpy കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, inner product xpy എന്ന് പറഞ്ഞാൽ inner product x1 plus x2 p of y1 plus y2. so inner product x1 x2 py1 plus py2 ലീനിയാരിറ്റി പ്രകാരം, that is inner product x1 x2 y1 plus 0, മറ്റേ py2 എന്ന് പറഞ്ഞാൽ 0 ആയി പോയതുകൊണ്ടാണ്. ഇനി this is inner product x1 plus x2 y1, കാരണം py1 എന്ന് പറഞ്ഞാൽ തന്നെയാണ് y1 ആണ്. റീപ്ലേസ് ചെയ്യുന്നത്, that is x1 y1 plus x2 y2 ആണ്. x2 y2 എന്തായി പോവും, 0 ആയി പോവും, that is x1 y1. സോ നമുക്ക് രണ്ടും എന്ത് കിട്ടി, രണ്ട് സൈഡും from 1 and 2 we say that inner product pxy equal to inner product xpy for every x y element of h, that is p equal to p star, that is p is an ortho projection. Okay, just definitions use ചെയ്യണം മാത്രമേ ഉള്ളൂ. അടുത്ത പ്രോപ്പർട്ടി 6.4.7, every ortho projection p satisfies 0 less than or equal to p less than or equal to i. so it is enough to prove that എന്താ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, pxx greater than equal to 0 പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ inner product pxx equal to എന്താണ്, inner product p square xx റീപ്ലേസ് ചെയ്തു p equal to p square എന്നുള്ളത്, that is inner product p pxx, that is inner product pxx, കാരണം p square equal to p ആണ്. ഈ സൈഡിലോട്ട് p കൊണ്ടുവരുമ്പോൾ p സ്റ്റാർ എന്തായി മാറും, p ആയി മാറും. അതുകൊണ്ടാണ് inner product pxx ആയിട്ടുള്ളത്. that is non px square greater than equal to 0, that is inner product pxx greater than equal to 0, that is p greater than equal to 0. now it is to prove that p less than or equal to i, it is enough to prove that
inner product pxx less than or equal to inner product ixx, that is inner product pxx less than or equal to inner product xx by 6.4.3. There is x element of which we can write x equal to px plus 1 minus p into x, that is norm x square equal to norm px square plus norm px square plus I minus px square, കാരണം ഇമേജ് പി പെർപെൻഡിക്കുലർ ടു ഇമേജ് ഐ മൈനസ് പി ആണ്. സോ പെർപെൻഡിക്കുലർ പി എക്സും ഐ മൈനസ് പി എക്സ് നമ്മൾ ഇന്ന എടുക്കുമ്പോൾ 0 ആയി പോകുന്നുണ്ടാവും. ദാറ്റ് ഈസ് നോം പി എക്സ് സ്ക്വയർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ മൈനസ് നോം ഓഫ് ഐ മൈനസ് പി എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ലെസ് താൻ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് നോം പി എക്സ് സ്ക്വയർ ലെസ് താൻ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഇന്ന പ്രൊഡക്റ്റ് പി എക്സ് ലെസ് താൻ ഈക്വൽ ടു നോം ഇന്ന പ്രൊഡക്റ്റ് എക്സ് എക്സ്. അപ്പോൾ ഈ പീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്ന പ്രൊഡക്റ്റ് പി എക്സ് ലെസ് താൻ ഈക്വൽ ടു നോം എക്സ് എക്സ്, ദാറ്റ് ഈസ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് പി എക്സ് എക്സ് ലെസ് താൻ ഈക്വൽ ടു എക്സ് എക്സ്. ഓർത്തോ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഇയാൾ പി സ്ക്വയർ എക്സ് ആയി മാറും, ഇത് പി എക്സ് ആയി മാറും. ദാറ്റ് ഈസ് ഇന്ന പ്രൊഡക്റ്റ് പി എക്സ് എക്സ് ലെസ് താൻ ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എക്സ് എക്സ് ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് എച്ച്, ദാറ്റ് ഈസ് പി ലെസ് താൻ ഈക്വൽ ടു ഐ, ദാറ്റ് ഈസ് 0 ലെസ് താൻ ഈക്വൽ ടു പി ലെസ് താൻ ഈക്വൽ ടു ഐ കിട്ടിയിട്ടുണ്ട്. അടുത്തത് 6.4.8 എന്താ പറയണത്? ലെറ്റ് ഇ ഐ ഈക്വൽ ടു ഇമേജ് പി ഐ, ലെറ്റ് ഇ ഐ ഈക്വൽ ടു ഇമേജ് പി ഐ ആൻഡ് ഇ ഐ ഈക്വൽ ടു, that is EI equal to PIH if P1 P2 equal to 0, then P2 P1 equal to 0. Also E1 perpendicular to E2 and P1 plus P2 is an ortho projection onto E1 plus E2. ഇതൊക്കെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, തന്നിട്ടുള്ള അസംഷൻസ് ഒക്കെ നമ്മൾ പറയണം. ആദ്യം P1 P2 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് P1 P2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ പ്രകാരം എന്താണ്? എ ബിയുടെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സ്റ്റാർ എ സ്റ്റാർ ആണ്, ദാറ്റ് ഈസ് P2 സ്റ്റാർ P1 സ്റ്റാർ ആണ്. പക്ഷേ P2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് P2 തന്നെയാണ്, P1 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 തന്നെയാണ്, ഓർത്തോ പ്രൊജക്ഷൻസ് ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് P1 P2 ഈക്വൽ ടു P2 P1 ഈക്വൽ ടു എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ, സോ P1 P2 0 ആണെങ്കിൽ P2 P1 0 ആണെന്നുള്ള പ്രൂവ് ചെയ്തു. ഇനി കാണിക്കേണ്ടത് എന്താ? നൗ സപ്പോസ് ദാറ്റ് z element of E1 and not E2. z element of E1 അതിൻ്റെ പ്രത്യേകത തരത്തിലുള്ള സെറ്റ് E1 ഉണ്ട്, പക്ഷേ E2 ഇല്ല. ഓക്കെ, z element of E1 ആയതുകൊണ്ട് E1 എന്താ? ഇമേജ് P1 എന്ന് എടുത്തിട്ടുള്ളത്, ദാറ്റ് ഈസ് z belongs to ഇമേജ് P1, ദാറ്റ് ഈസ് there is x element of z that P1 x equal to z ആണ്. ഇനി let w element of E2 that w belongs to image P2 എന്നാണ് അർത്ഥം, ദാറ്റ് ഈസ് there is a y element of z that P2y equal to w. ഇനി ഇന്നപ്പോഴത്തെ ZW എന്താ വരിക? P1x P2y that is equal to P1 P2x y എന്ന് വരും. ഇവിടുത്തെ P2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, P2നെ കൊണ്ടുവന്നത് P2 സ്റ്റാർ P1x ആയി വരും. P2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ P2 തന്നെയാണ്. P2 P1 എന്താക്കി മാറ്റാൻ പറ്റും? P2 P1 എന്ന് പറയുന്നതും P1 P2 എന്ന് പറയുന്നതും P2 P1ഉം P1 P2 സെയിം ആണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഇവിടെ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇന്നവിടെ 0xy ആയി, ദാറ്റ് ഈസ് 0 കിട്ടി. ദാറ്റ് ഈസ് P1 പെർപെൻഡിക്കുലർ ടു എന്തായി മാറി? സോ ആസ് z ആൻഡ് w ആർ ആർബിട്രറി വി ഗെറ്റ് E1 പെർപെൻഡിക്കുലർ ടു E2. ഇനി അടുത്ത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? P1 plus P2 ഹോൾ സ്ക്വയർ എടുക്കണം. P1 plus P2 ഹോൾ സ്ക്വയർ ഡെഫിനിഷൻ പ്രകാരം P1 plus P2 ഇൻറ്റു P1 plus P2 ആണ്. സോ എന്ത് വരും? ഓട്ടോമാറ്റിക്കലി P1 സ്ക്വയർ പ്ലസ് P2 P1 plus P1 P2 പ്ലസ് ഇതാണ്. പക്ഷേ ഇത് രണ്ടും എന്തായി പോകും? ഇത് രണ്ടും 0 ആണ്. സോ റീപ്ലേസ് ചെയ്താൽ P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ ആയി. P1 സ്ക്വയർ P1 പ്രൊജക്ഷൻ ആയതുകൊണ്ട് എന്തായി മാറും? P1 ആയി മാറും. P2 സ്ക്വയർ P2 പ്രൊജക്ഷൻ ആയതുകൊണ്ട് P2 തന്നെയായി മാറും. ദാറ്റ് ഈസ് P1 plus P2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു P1 plus P2. ദാറ്റ് ഈസ് P1 plus P2 ഇസ് എ പ്രൊജക്ഷൻ. ഓക്കെ, നൗ വി ഹാവ് ഇന്നർ പ്രൊഡക്റ്റ് P1xy ഈക്വൽ ടു എന്താണ്? P1xy ഈക്വൽ ടു എക്സ് ഇന്നർ പ്രൊഡക്റ്റ് P1y. കാരണം P1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, P1 സ്റ്റാർ ആയിട്ടാണ്, പക്ഷേ ഓർത്തോ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെയായി മാറും. സോ ഇന്നർ പ്രൊഡക്റ്റ് P2x ഈക്വൽ ടു എക്സ് ഇന്നർ പ്രൊഡക്റ്റ് P2y ആണ് ഫോർ എവരി y x element y element of h. നൗ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് P1 plus 2x, y എന്തായി മാറും? P1x plus P2y ഇതായി. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി ഇന്നർ പ്രൊഡക്റ്റ് P1x, y പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് P2x, y എഴുതി. അതിന് വീണ്ടും ഇന്നർ പ്രൊഡക്റ്റ് x, P1y പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് x, P2y ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എന്തായി മാറി? ഇന്നർ പ്രൊഡക്റ്റ് x, P1y P2y ആയി മാറി എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എന്ത് കിട്ടിയ? P1 plus P2x yയുടെ ഈക്വൽ ടു x, P1 plus P2y ആയി മാറി. ദാറ്റ് ഈസ് എന്താണ്? ഓട്ടോമാറ്റിക്കലി P1 plus P2 is an ortho projection. Okay, now it is enough to prove that. Now to prove that it is on to E1 direct sum E2, it is enough to prove that image of P1 P2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചാൽ മതി? E1 plus E2 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ടു ചെക്ക് E1 ഇന്റർസെക്ഷൻ E2 ഈക്വൽ ടു 5 നമ്മൾ എടുക്കുക. ഇന്റർസെക്ഷൻ എന്ന് ഒരാളെ എടുക്കുക. That Z belongs to E1 intersection E2, that is Z belongs to E1 and Z belongs to E2. Then there is x element of it P1x equal to Z and there is a y element of that P2x equal to Z. P1x equal to P2y ആണെങ്കിൽ രണ്ടിലും P1 അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു സൈഡിൽ P1 സ്ക്വയർ കിട്ടും, സോ ഇത് ഈക്വൽ ടു 0 കിട്ടും. P1 സ്ക്വയർ x equal to 0, that P1x equal to 0 കിട്ടും. ദാറ്റ് ഈസ് Z equal to എന്തായി മാറും? 0 ആയി മാറും. ഓക്കെ, ദാറ്റ് ഈസ് E1 intersection E2 എന്തായി മാറും? എംപ്റ്റി ആണ്. സോ E1 plus E2 എങ്ങനെ എഴുതാം? E1
E1 അതായത് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. E1 ഡയറക്റ്റ് സം, E1 പെർപെൻഡിക്കുലർ ടു എന്താണ് E2 ആണ്. മാത്രമല്ല E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ എന്താണ് സിംഗിൾട്ടൺ 0 ആണെന്നും കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, E1 പ്ലസ് E2 E1 ഡയറക്റ്റ് സം E2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് എന്താണ് ഇമേജ് P1 പ്ലസ് P2 ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഓർ ഈക്വൽ ടു E1 പ്ലസ് E2. ഓക്കെ, ലെറ്റ് y എലമെൻറ്റ് ഓഫ് ഇമേജ് P1 P2 എടുത്തു, ദാറ്റ് ഇസ് there is x element of x such that P1 plus P2 of x equal to y, that is P1x plus P2y equal to y. സാധിച്ച് y എങ്ങനെ എഴുതാം, P1x plus P2y ആണ്. അതായത് അവിടെ ഉണ്ട് P1x എന്ന് പറഞ്ഞാൽ E1ലാണ്, P2x എന്ന് പറഞ്ഞാൽ E2ലാണ്. ദാറ്റ് ഈസ് ഇമേജിലെ എല്ലാ എലമെൻറ്റും ആരുടെ സബ്സെറ്റാണ്, E1 plus E2ൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, ഇത് തിരിച്ച് കാണിക്കുന്നത് E1 plus E2 സബ്സെറ്റ് ഓഫ് ഇമേജ് P1 P2. എന്താ E1 E2ലെ എലമെൻറ്റ് എങ്ങനെ ഇരിക്കുക, y എലമെൻറ്റ് ഓഫ് E1 plus E2 ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു y1 plus y2. y1 belongs to E1 and y2 belongs to E2. ഇത് E2 ആണ്, E1 എഴുതിക്കണം, E2 ആണത്. ഓക്കെ, E2 ആണ്. Let y1 belongs to E1 ആണെങ്കിൽ there is x element of that P1 x1 equal to y1. Similarly y2 element of P1 image P2, x2 element of that P2 x2 equal to y2. ജസ്റ്റ് സമ്മ എഴുതും മാത്രമേ ഉള്ളൂ. P1 y equal to P1 of P1 y equal to then കിട്ടും ഓട്ടോമാറ്റിക്കലി y1. P2 y2 equal to similarly we will get y1. This is P2 y2 ആണ്. സോ എന്താണ് P2 x2 equal to y2 ആണ്, y1 അല്ല. ഓക്കെ, സോ P1 P2 ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 P2 ഓഫ് y എന്ന് പറഞ്ഞാൽ P1 P2 ഓഫ് y1 പ്ലസ് y2 ആണ്. സോ നമുക്ക് തന്നെ കിട്ടും y1 പ്ലസ് y2 ഈക്വൽ ടു y തന്നെ കിട്ടും. കാരണം P1 P2 ഇവിടെ 0 ആയി പോകും, ഇയാളും ഇവിടെ 0 ആയി പോകും. y2 ഇവിടെ ഉണ്ട്, y1 ഇവിടെ ഉണ്ട്. Q1 y1 ആണ്, P2 y2 y2 ആണ്. ദാറ്റ് ഈസ് y എവിടെ ഉണ്ടാവും, ഇമേജ് ഓഫ് P1 പ്ലസ് P2ൽ ഉണ്ടാവും. സോ രണ്ട് സൈഡും കാണിച്ചു എന്ത് കിട്ടിയപ്പോൾ E1 പ്ലസ് E2 ഈക്വൽ ടു ഇമേജ് P1 പ്ലസ് P2 ആണ്. ഓക്കെ, അടുത്ത കൊറോളറി 6.4.9. ഇതെന്താ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, let P1 P2 equal to P2 P1 equal to P ആണെങ്കിൽ then P is an ortho projection, obvious, and E equal to image P and equal to E1 intersection E2 and A equal to PAH. Okay, we have to prove that P is an ortho projection. എന്ത് തന്നിട്ടില്ല നമുക്ക് തന്നിട്ടുള്ള അസംഷൻ നോക്കുക. P1 P2 equal to P2 P1 equal to P ആണ് തന്നിട്ടുണ്ട്. that is for any x, y element of H. ഇന്നപ്പോൾ Pxy equal to ഡെഫിനിഷൻ പ്രകാരം എന്താ P1 P എന്ന് പറഞ്ഞാൽ ആരാണ്, P1 P2 ആണ്. സോ ഇന്ന പ്രൊഡക്റ്റ് P1 P2x y ആയി മാറി. ഈ P1 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ P2x P1y ആയി മാറി. P1 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 തന്നെ ആയതുകൊണ്ടാണ് P1 എഴുതിയിട്ടുള്ളത് ഇവിടെ. അടുത്താണ് x ഈക്വൽ ടു P2 P1y ആയി മാറി, കാരണം P2ൻ്റെ സ്റ്റാർ P2 തന്നെയാണ്. സോ Pxy ഈക്വൽ ടു xpy കിട്ടി, ദാറ്റ് ഈസ് P is a പ്രൊജക്ഷൻ ആയി മാറി ഫോർ എവരി x, y ആയതുകൊണ്ട്. സോ ഓർത്തോ പ്രൊജക്ഷൻ ആയി, എന്ന് വെച്ചാൽ ഓർത്തോഗണൽ കിട്ടി. പ്രൊജക്ഷൻ സെപ്പറേറ്റ് കാണിക്കണം. പ്രൊജക്ഷൻ കാണിക്കാൻ എന്താ വേണ്ടേ, P സ്ക്വയർ എടുക്കണം. P സ്ക്വയർ എടുത്തുണ്ടാവും P1 P2 ഹോൾ സ്ക്വയർ ആയി, ദാറ്റ് ഈസ് P1 P2 ഇൻറ്റു P1 P2. ചിലപ്പോൾ ഇടയിലുള്ള P2 P1 കിട്ടി, ആ P2 P1 P1 P2 റീപ്ലേസ് ചെയ്യാം. ദാറ്റ് P1 സ്ക്വയർ ഇൻറ്റു P2 സ്ക്വയർ ആയി. ഈ P1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ P1 തന്നെയാണ്, P2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ P2 തന്നെയാണ്. ദാറ്റ് ഈസ് അപ്പോൾ എന്ത് കിട്ടി, P സ്ക്വയർ ഈക്വൽ ടു P എന്ന് കിട്ടി. ദാറ്റ് ഈസ് P ഈസ് ആൻ ഓർത്തോ പ്രൊജക്ഷൻ. അടുത്ത് എന്താ, ലെറ്റ് Q1 ഇമേജ് P ഈക്വൽ ടു എന്താ E ഈക്വൽ ടു ഇമേജ് P എന്ന് തന്നിട്ട് ദാറ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് E ഈക്വൽ ടു E ഇൻ്റർസെക്ഷൻ E2. നോട്ട് ദാറ്റ് P1 restricted to E1 intersection E2 equal to the identity on E1 intersection E2 to prove. Okay, now P1x equal to എന്താണ്, P1x equal to x for every x element of ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. P1x equal to x for every x element of E1 intersection E2 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, P1 E1 intersection E2 റെസ്ട്രിക്ട് ചെയ്താൽ ഐഡൻറ്റിറ്റി ആണ് കിട്ടും അല്ലേ. now let y belongs to E1 intersection E2. y belongs to E1 intersection E2 എന്ന് അർത്ഥം y belongs to E1 ആണ്, y belongs to E2 ആണ്. y belongs to E1 എന്ന് പറഞ്ഞ അർത്ഥം there is x element of z that P1x equal to y. y belongs to E2 എന്ന് പറഞ്ഞാൽ there is a z element of h such that P2z equal to y എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ y equal to P1x ആണ്, y equal to P1x ആണ്, P1y equal to എന്താണ് P1 of P1x ആണ്, that is P1 square x ആണ്, that is P1x ആണ്, that is y ആണ്, that is P1y എന്ന് പറഞ്ഞാൽ y ആണ്. സിമിലർലി P2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ആണ്. Similarly, P2y എന്താ വരും, P2y equal to P2z equal to P2 square P2 square y z എടുത്തു, that is P2 square z കിട്ടി, that is P2z കിട്ടി, that is y കിട്ടി. സോ P2y എന്തായി മാറിയിട്ടുണ്ട്, y എന്നായി കിട്ടിയിട്ടുണ്ട്. സോ എന്ത് പറയാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി we get y element of E1 intersection E2 ആണെങ്കിൽ P1y y ആണ്, P2y യും y ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, Pi റെസ്ട്രിക്റ്റഡ് E1 intersection E2 എന്താണെന്ന് പറയാം, സെയിം ആണ് അല്ലേ. അതായത് P1 intersection റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, now let y belongs to E1 intersection E2, P1y equal to y and P2y equal to y.
y equal to p2y equal to p2 of p1 x1, p2y, that is p2 of p1 x1, that is p1 p2, that is px1. So p1 intersection e2 contained or equal to e ആണ് കിട്ടിയിട്ടുണ്ട്. കോൺവേഴ്സ്ലി ഇയിലെ പോയിന്റ് എടുത്ത് നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും? കോൺവേഴ്സ്ലി ഇയിലെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് y എലമെന്റ് ഓഫ് ഇ ആണെങ്കിൽ y ഇമേജ് പിയിലുണ്ട്. സോ ദർ എക്സ് എലമെന്റ് ഓഫ് ദാറ്റ് px equal to y ആണ്. p2 p1 x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആണ്. ദാറ്റ് ഈസ് കാരണം പിക്ക് റീപ്ലേസ് ചെയ്താണ് p2 p1. സിമിലർലി p2 ഓഫ് p1 x equal to y ആണ്. ദാറ്റ് ഈസ് y അവിടെ ഉണ്ട്, ഇമേജ് p2ലുണ്ട്, ദാറ്റ് ഈസ് e2ലുണ്ട്. സോ ഇത് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യാൻ കിട്ടും? ഓട്ടോമാറ്റിക്കലി e1 സബ്സെറ്റ് രണ്ടായിരം e2 ഇൻറ്റർസെക്ഷൻ e2 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് e ഈക്വൽ ടു e1 ഇൻറ്റർസെക്ഷൻ e2 ആണെന്ന് കിട്ടും. അടുത്ത 6.4.10 ആണ്. അതും വലിയ ബുദ്ധിമുട്ടുള്ള തിയറല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ.